നമസ്കാരം സുഹൃത്തുക്കളെ. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്ത ഒരു ഹൃദയാഘാതം ഉണ്ടായി ആ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് അപ്പുറത്താണ്. ഇപ്പുറത്ത് ആരും പറയാം. കോൺഗ്രസ്സുകാരനായിട്ട് ഒരു സുഹൃത്ത് പോലും എനിക്ക് പറവൂര് പോലും ഇല്ല. പറവൂരിൽ എൻ്റെ ജന്മനാട്ടിൽ പോലും എനിക്ക് ഒരു സുഹൃത്ത് പോലും എൻ്റെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുഹൃത്തുക്കളില്ല. നിരവധി വേഷങ്ങളിലൂടെ മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച സലിംകുമാർ എന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, മരണപ്പെട്ടു പോയി. പക്ഷേ അദ്ദേഹം സിനിമ നടനായതിനൊക്കെ ശേഷം ഒരു മാധ്യമത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം അറിയപ്പെടുന്ന കാലം മുതൽ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണം വരെ അതിലൊരു മാറ്റവും ഇല്ല. കോൺഗ്രസ് തുടർച്ചയായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന സമയത്ത് പോലും താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ്. അതിന് എന്ത് നഷ്ടം സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ മുൻപ് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നു, കോൺഗ്രസ്സുകാരിൽ എനിക്കധികം സുഹൃത്തുക്കളൊന്നുമില്ലായിരുന്നു, പിന്നെയും സുഹൃത്തുക്കളുണ്ടായിരുന്നത് മറുപക്ഷത്താണ്, അതായത് ഇടതുപക്ഷത്താണ് എന്നാണ് അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാടായ പറവൂരിൽ പോലും അദ്ദേഹത്തിന് അധികം കോൺഗ്രസ് സുഹൃത്തുക്കളില്ല. അധികമെന്നല്ല, കോൺഗ്രസ് സുഹൃത്തുക്കളില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനേക്കാൾ വിശ്വാസ്യതയുള്ള വ്യക്തിയാണ്, പറയുന്ന വാക്കിന് വിലയുണ്ട് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കൊണ്ടാണല്ലോ 102 സീറ്റൊക്കെ കൊടുത്ത് UDF ഇപ്പോൾ ഭരണത്തിൽ എത്തിയത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. ആ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സലിംകുമാർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒന്നിലധികം തവണ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. സലിംകുമാർ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു, എനിക്ക് സഹോദരന തുല്യനായിരുന്നു, ഞാൻ ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് തമ്മിൽ അറിയാം, സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു. ഇവരാര് പറയുന്നത് വേണം വിശ്വസിക്കാൻ. സലിംകുമാർ തന്നെ പറയുന്നു തനിക്ക് കോൺഗ്രസിൽ സുഹൃത്തുക്കളില്ലായിരുന്നു, പറവൂരിൽ പോലും സുഹൃത്തുക്കളില്ലായിരുന്നു എന്ന് പറയുന്നു. വി ഡി സതീശൻ വന്ന് പറയുന്നു എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വി ഡി സതീശന് പറയാം, എന്ത് കള്ളവും പറയാം. കാരണം മരിച്ചുപോയ സലിംകുമാർ എണീറ്റ് വന്ന് അങ്ങനെയല്ല എന്ന് പറയില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ഡി സതീശൻ ഒരു സാധാ കോൺഗ്രസ്സുകാരനല്ല. ഇപ്പോൾ അദ്ദേഹം എല്ലാ മലയാളികളുടെയും മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? അതും ഒരാളുടെ ജീവനില്ലാത്ത ശരീരം വെച്ചുകൊണ്ട്. CBI സീരീസിലെ സിനിമകളുണ്ടല്ലോ മമ്മൂട്ടിയുടെ, അപ്പോൾ അതിൽ 3ാമത്തെ സിനിമയായിട്ടുള്ള സേതുരാമയ്യർ CBI ഉണ്ട്. അതിലെ വില്ലൻ നമുക്കെല്ലാവർക്കും അറിയാം, ജഗദീഷാണ് അതിനകത്ത് വില്ലൻ, ടൈലർ മണി. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർ ഈ ടൈലർ മണിയുടെ അടുക്കെ ചെന്ന് വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഒരാവശ്യവുമില്ലാതെ ഈ ജഗദീഷിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു കള്ളമുണ്ട്. ആ കള്ളമാണ് പിന്നീട് അയാളെ പിടിക്കാനുള്ള കാരണമാവുന്നത്. അയാൾക്കൊരു ആവശ്യമില്ലാതെ പറയുന്ന ഒരു കള്ളമാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. മരിച്ചുപോയി, സലിംകുമാർ മരിച്ചുപോയി, ഇനി ഞാൻ എന്ത് കള്ളം പറഞ്ഞാലും, സലിംകുമാറിനെ വെച്ച് എന്ത് കള്ളം പറഞ്ഞാലും അദ്ദേഹം എണീറ്റ് വന്ന് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയില്ല എന്ന ബോധ്യം കൊണ്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ പച്ച നുണ പറഞ്ഞത്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, സഹോദരന് തുല്യനായിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അദ്ദേഹം വേറെ ഏതെങ്കിലും നാട്ടിലെ ഒരാളായിരുന്നു എങ്കിലും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് അദ്ദേഹം പറവൂരുകാരനാണ്, സലിംകുമാറും പറവൂരുകാരനാണ്. അതേ സലിംകുമാർ തന്നെ പറയുന്നു എനിക്ക് പറവൂരിൽ പോലും കോൺഗ്രസ് സുഹൃത്തുക്കളില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വി ഡി സതീശൻ പറയുന്ന സമയത്ത് വി ഡി സതീശൻ കോൺഗ്രസ്സിലല്ലായിരുന്നു, വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നു. അങ്ങനെയായിരുന്നു സുഹൃത്തുക്കളായത്. ആര് പറയുന്നത് വേണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയാണോ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്? ഒരാവശ്യവുമില്ലാതെ ഒരാളുടെ ജീവനില്ലാത്ത ശരീരം വെച്ചുപോലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കള്ളമല്ലേ വി ഡി സതീശൻ പറഞ്ഞത്? ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും തപ്പിയെടുത്താൽ കിട്ടും എന്ന് അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണോ ഈ വി ഡി സതീശൻ? കമ്മ്യൂണിസ്റ്റുകളും മറ്റുമൊക്കെ നട്ടക്കെടുക്കാത്ത കള്ളങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാം. അവരെക്കാൾ വലിയ കള്ളം പടച്ചുവിടുന്നവരായി കോൺഗ്രസ്സുകാരും മാറുകയാണോ? ഇത് വി ഡി സതീശൻ മാത്രമല്ല, എത്രയെത്ര കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ ഉറ്റ സുഹൃത്ത്. അതിൽ പിഷാരടി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ മിമിക്രി സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു. അതിനുശേഷം രണ്ടുപേരും സിനിമയിൽ വന്നു. അപ്പോൾ അവർക്ക് കാണാനും പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. മാത്രമല്ല അവർ ഒന്നിച്ചൊക്കെ പ്രവർത്തിച്ചുള്ളവരാണ്. അപ്പോൾ ആ കോൺഗ്രസ്സുകാരൻ പിഷാരടി എന്ന കോൺഗ്രസ്സുകാരൻ പറയുകയാണ് എൻ്റെ സുഹൃത്താണ്, സഹോദരൻ തുല്യനാണ് സലിംകുമാർ എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഈ മേഖലയിലൊന്നും ഇല്ലാത്ത വി ഡി സതീശൻ ഒരു ആവശ്യവുമില്ലാത്ത ഒരു കള്ളമാണ് അവിടെ പറഞ്ഞത്. എൻ്റെ സഹോദരന തുല്യനാണ്, ഞങ്ങൾ ഉറ്റ സുഹൃത്താണ് എന്ന് സലിംകുമാറിനെ വെച്ച് പറഞ്ഞു. സലിംകുമാർ തന്നെ പറയുന്നു എനിക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ളൊരു സുഹൃത്തുക്കളെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു, പറവൂരിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയും. ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് ശേഷം
ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ വി ഡി സതീശൻ അതല്ല പറഞ്ഞത്. ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലം മുതലേ എനിക്ക് സലിംകുമാറിനെ അറിയാം, ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു വെച്ചു. ഒരാവശ്യവുമില്ലാത്ത കള്ളം. പക്ഷേ സോഷ്യൽ മീഡിയ കാലമാണ്, പൊട്ടിപ്പൊളിച്ചു.